വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എ പ്ലേസ് കോൾഡ് സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇടുക്കി. മറ്റെവിടെയല്ല, ഏലപ്പാറ വഴി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. വാഗമൺ വഴി നമ്മൾ ഏലപ്പാറ കടന്നാണ് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിൽ കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ടിട്ട് വാഗമണിൻ്റെ വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഏലപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളാണ് അല്ലേ. 1980 ബ്രിട്ടീഷുകാരാണ് തേയില കൃഷി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാഗമൺ വഴി തമിഴ്നാട്ടിലേക്ക് ഒരു അടിപൊളി റോഡ് ട്രിപ്പ്, അതായത് വാഗമൺ, ഏലപ്പാറ, കുട്ടിക്കാനം, കുമളി, കമ്പം വരെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെയാണ് നമുക്ക് വരുന്നത് കമ്പം എത്താൻ വേണ്ടിയിട്ട്. വാഗമണ്ണിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യം ഏലപ്പാറ, പിന്നെ കുട്ടിക്കാനം. ഈ റോഡ് ട്രിപ്പിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണെന്ന് പറയാൻ കാരണം, പോകുമ്പോൾ തന്നെ ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഒരു മഴ തോർന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു ക്ലൈമറ്റും അതോടൊപ്പം തന്നെ അടുത്ത മഴ വരുന്നോടുള്ള ആ ഒരു ക്ലൈമറ്റും കൂടെ കാണുമ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആണ്. കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വഴിയോരങ്ങളിൽ. കുമളി എത്തുമ്പോൾ ടൗണിൽ നമുക്ക് ധാരാളം ചിപ്സും, അതായത് വറപൊരി ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് കൂടുതലും വാങ്ങുന്നത് തമിഴ്നാട്ടുകാരാണ്. അവരുടെ ഫേവറേറ്റ് ആണല്ലോ ബനാന ചിപ്സ്. അങ്ങനെ നമ്മൾ കുറേ അധികം തമിഴ്നാട്ടുകാർ ഇതേപോലെ ചിപ്സ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഏരിയയിലൂടെ പോകുമ്പോൾ കൂടുതലും നമുക്ക് ഇതേപോലത്തെ വറപൊരി ഐറ്റംസ് ആൻഡ് അതോടൊപ്പം തന്നെ സ്പൈസസിൻ്റെ കടകളൊക്കെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഏലപ്പാറയും കുട്ടിക്കാനും ഒക്കെ കടന്ന് നമ്മൾ കുമളി എത്തിയപ്പോഴേക്കും ക്ലൈമറ്റ് തന്നെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി പോകെ ക്ലൈമറ്റിൽ ഡ്രാസ്റ്റിക് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നുമല്ല, കാരണം തമിഴ്നാട്ടിൽ ഡ്രൈ ആയിട്ടുള്ളൊരു വെതറാണല്ലോ. നമ്മുടെ ഇവിടുത്തെ ആ ഒരു തണുപ്പും അതോടൊപ്പം തന്നെ ആ പച്ചപ്പൊക്കെ നമുക്ക് പോകെ അങ്ങോട്ട് കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ബോർഡർ ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ക്ലൈമറ്റ് ആകെ അങ്ങ് മാറിയിട്ടുണ്ട്. കേരളത്തിലെ ആ ഒരു പച്ചപ്പൊക്കെ പോയി തമിഴ്നാടിൻ്റെ ആ ഒരു ഡ്രൈ വെതറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. എക്സാക്റ്റ് നമുക്കൊരു തമിഴ് ചൊവ ഈ കുമളി എത്തുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. നമ്മൾ കേരളത്തിലല്ല തമിഴ്നാട്ടിൽ എത്തിയ പോലത്തെ ഒരു ഫീലാണ്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് സ്വിഫ്റ്റിലാണ് നമ്മുടെ യാത്ര. നമുക്കിനി നേരെ കമ്പത്തേക്ക് പോകാം. കമ്പത്തേക്ക് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അവിടുത്തെ സിംഗപ്പൂർ മെസ്സിൽ നിന്ന് മട്ടൻ ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ എപ്പോൾ തമിഴ്നാട്ടിൽ പോയാലും സിംഗപ്പൂർ മെസ്സിൽ നിന്ന് മട്ടൻ ബിരിയാണി മിസ് ചെയ്യാറില്ല കേട്ടോ. നിങ്ങളും തമിഴ്നാട് പോവുകയാണെങ്കിൽ അവിടുത്തെ മട്ടൻ ബിരിയാണി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഷുവറായിട്ട് നിങ്ങൾ മട്ടൻ ബിരിയാണി അവിടെ നിന്ന് തന്നെ കഴിക്കുകയുള്ളൂ. അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ്. പണ്ടൊക്കെ ഈ വഴി പോകുമ്പം ധാരാളം കുരങ്ങുകൾ ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കുറച്ചേ ഉള്ളൂ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അധികം അങ്ങനെ കുരങ്ങുകളെ ഒന്നും ഇങ്ങനെ റോഡ് സൈഡിൽ ഇരിക്കുന്നതായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ പോകുമ്പം എങ്ങനെയായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ പോകുന്ന വഴി നമ്മൾ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം. കാരണം അത്യാവശ്യം നല്ല വളവും ഒക്കെ ഉള്ളൊരു റോഡാണ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു റൂട്ട് കൂടെയാണ്. അതായത് ബസ്സുകളൊക്കെ വരുന്നത് നമുക്കറിയാം നല്ല സ്പീഡിലൊക്കെയാണ്, എസ്പെഷ്യലി തമിഴ്നാടിൻ്റെ ബസ്സുകളൊക്കെ. സോ നമ്മൾ കെയർഫുള്ളായിട്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അധികം ഡ്രൈവിങ് പരിചയമില്ലാത്ത ആൾക്കാർ ഈ വഴി മാക്സിമം ഡ്രൈവിങ് ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. ഞങ്ങൾ പണ്ട് ഇതുപോലെ തമിഴ്നാട്ടിൽ പോയപ്പം ഞങ്ങളുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആ ഒരു വണ്ടി ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്നത് കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഇവിടെ നിന്നാലും നമുക്കറിയാം തമിഴ്നാടിൻ്റെ എക്സാക്റ്റ് വ്യൂ, ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് ഈ ടോപ്പിൽ നിന്ന് കാണാൻ സാധിക്കും.
ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പം റോഡ് സൈഡിൽ ചെറിയ കോവിലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ തമിഴ് സിനിമയിൽ ഓൾമോസ്റ്റ് മിക്ക തമിഴ് സിനിമയിലും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു കോവിൽ അല്ലെങ്കിൽ ഈ ഒരു അമ്പലം. ഇവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്ന സ്പോട്ട് ലോവർ ക്യാമ്പിലാണ്. പിന്നെ തമിഴ്നാട് അങ്ങ് എത്തി. മുമ്പ് പറഞ്ഞ എക്സാക്റ്റ് ക്ലൈമറ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു വെതറാണ്. കേരളത്തിൽ ആ ഒരു തണുപ്പിൽ നിന്നൊക്കെ നല്ലൊരു ചേഞ്ച് നമുക്ക് തമിഴ്നാട്ടിലെത്തിയപ്പം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്. പോകുന്ന വഴി നമുക്ക് അധികം റഷും ഒരുപാട് ആൾക്കാരെ ഒന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എനിക്ക് പണ്ട് തമിഴ്നാട്ടിൽ പോയത് വെച്ച് കമ്പയർ ചെയ്തപ്പം റോഡിലൊക്കെ നല്ല തിരക്ക് കുറവ്, ആൾക്കാരൊക്കെ ഭയങ്കര കുറവ് പോലെ ഫീൽ ചെയ്തു കേട്ടോ. നോർമലി തമിഴ്നാട്ടിൽ നമ്മൾ പോകുമ്പം ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നതും കടകളൊക്കെ ഫുള്ളായിട്ട് ആൾക്കാർ കയറി ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ വ്യൂസൊക്കെ പൊതുവേ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ് എന്തുമാത്രം അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടിട്ടായിരിക്കും ഇത്രയ്ക്കും ഒരു കുറവ് ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുതന്നെയാണോ കാരണമെന്നറിയില്ല കേട്ടോ. സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ സാമ്പത്തികം ഭയങ്കര രൂക്ഷമായിരിക്കും, അതാവും മേ ബി ചിലപ്പോൾ ഒരു കാരണം. പോകുന്ന വഴി ഇതേപോലെ വാഗയൊക്കെ പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ. കുറേയധികം പൂക്കളോടുകൂടി ഇലകളൊന്നും കാണാണ്ട് വാഗ പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ പറയേണ്ട, കമ്പത്തെത്തിയാലും നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് മുന്തിരിത്തോട്ടങ്ങളും തെങ്ങും തോപ്പുകളും, അങ്ങനെ കൃഷികളുടെ ലിസ്റ്റസ് നീണ്ടു പോകുന്നു. ഈ ഭാഗത്ത് കൂടുതലായിട്ടും ബന്ദി അതേപോലെ തന്നെ ജമന്തി, വാടാമല്ലി കൃഷികൾ മുമ്പ് നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പോയപ്പം അതൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓണമൊക്കെ വരാറായില്ലേ, എന്നിട്ട് ഇവരെന്താ ബന്ദി കൃഷിയൊന്നും ചെയ്യാത്തത്? തെങ്ങും തോപ്പിൽ നിന്ന് തേങ്ങ ഫുള്ളി ഒരു ലോറിയിൽ അടുക്കി കയറ്റി വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. പിന്നെ നമുക്ക് ഇങ്ങനെ നേരെ പോവുകയാണ്, വേറെ എങ്ങോട്ടുമല്ല, നമുക്ക് ഉത്തമപാളയത്ത് പോകണമല്ലോ. സിംഗപ്പൂർ മെസ്സാണല്ലോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് ഫുഡ് കഴിക്കുക. പിന്നെ നമ്മൾ ഇപ്രാവശ്യം കമ്പത്ത്, അതായത് നമ്മുടെ മുന്തിരി തോപ്പിലൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഗ്രേപ്സ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല റേറ്റാണ് കേട്ടോ. മുന്തിരി എനിക്ക് തോന്നുന്നു 1 kg ഓഫ് മുന്തിരിക്ക് 60 രൂപയാണ്. പണ്ടൊക്കെ 100 രൂപയ്ക്ക് 5 കിലോ ഒക്കെ കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടിട്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് പോലെ. ഫുഡിൻ്റെ ഒക്കെ ആണെങ്കിൽ റേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഇത്തവണ പോയപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ മുന്തിരി തോപ്പിലൊക്കെ നമുക്ക് കുറേ മുന്തിരി ഐറ്റംസ് ഒക്കെ കിട്ടുമല്ലോ, അതിൻ്റെയൊക്കെ വില ചോദിച്ചപ്പം. എനിക്ക് പൊതുവേ തമിഴ്നാട് യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ കേരളം വിട്ടിട്ട് വേറൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പം ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. കാരണം അവിടുത്തെ ആൾക്കാർ, നമുക്കറിയാത്ത കുറച്ചധികം കൾച്ചർ, അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ, അവരുടെ വീടുകളാണെങ്കിലും എല്ലാം തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും. കണ്ട് മടുത്ത ആ കാഴ്ചയിൽ നിന്ന് ഒരു പുതിയൊരു കാഴ്ച കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു റിഫ്രഷ്മെൻറ്റ് ആൻഡ് എന്താ പറയുക, ഒന്ന് മൈൻഡൊക്കെ കാമാകുക, സ്ട്രെസ്സിൽ നിന്നൊക്കെ ഫ്രീ ആവുക. യാത്രകൾ എപ്പോഴും നമ്മുടെ മൈൻഡിനെ റിഫ്രഷ്ഡ് ആക്കും എന്ന് പറയുന്ന കാര്യം സത്യമാണ് കേട്ടോ. തമിഴ്നാട് പോകുമ്പം അവിടുത്തെ ബിൽഡിങ് ഞാൻ പണ്ട് മുതലേ നോട്ടീസ് ചെയ്യും കേട്ടോ. എനിക്ക് നമ്മുടെ ഇവിടുത്തെ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് ഡിഫറെൻ്റ് അല്ലേ. അതായത് നമ്മുടെ കേരളത്തിലത്തെ വീടുകൾ പോലെ അല്ലല്ലോ അവിടുത്തെ വീടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം നമുക്ക് ഷെയ്ഡ്സും ബർത്തൊക്കെ കാണാൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് വെച്ചാൽ ഒരു ഷെയ്ഡ് പോലും ഇല്ല, ഇങ്ങനെ ഫ്ലാറ്റായിട്ട്. പക്ഷേ ഇപ്പം നമുക്ക് വീടുകളൊക്കെ നമ്മുടെ കേരള സ്റ്റൈൽ പോലെ വേറെ രീതിക്കൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു ഫ്ലാറ്റ് ബേസ്ഡ് അല്ലാണ്ട്
പിന്നെ പോകുന്ന വഴിക്ക് കുറച്ചധികം ഇൻ്റർനാഷണൽ സ്കൂൾസൊക്കെ കാണാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ഇത്ര അധികം ഇൻ്റർനാഷണൽ സ്കൂൾസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഒന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത ഇൻ്റർനാഷണൽ സ്കൂളായി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ തമിഴ്നാട് നമ്മുടെ കേരളത്തിനെക്കാട്ടിലും എഡ്യൂക്കേഷൻ ലെവലിൽ കുറച്ചുകൂടെ മുൻപന്തിയായിട്ട് നമുക്ക് തോന്നും. അവിടുത്തെ ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണെങ്കിലും അതോടൊപ്പം തന്നെ സ്കൂൾസ് അങ്ങനത്തെ കാര്യങ്ങളും അവിടുത്തെ ജനങ്ങളെ ആ ഗവൺമെൻറ് നോക്കുന്ന രീതിയും ഒക്കെ. ഈ റൂട്ട് പോകുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു തവണ പോയിട്ട് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിലും പെട്ടെന്ന് ചേഞ്ചസ് വിസിബിൾ ആകും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പോയിട്ട് അറൗണ്ട് ഒരു 2.5-3 വർഷത്തോളം ആയിട്ടുണ്ട്. നല്ല ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് പണ്ടൊക്കെ ഞങ്ങളൊരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ യാത്ര വരുമായിരുന്നു. ആ സമയത്ത് പോലും നല്ല ചേഞ്ചസ് നമുക്ക് വിസിബിൾ ആവും. പെട്ടെന്ന് നന്നായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതായത് കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ കുറേ കൂടെ ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു വഴി പാസ് ചെയ്ത് പോകുമ്പോൾ. പിന്നെ ഇവിടെ പുതിയ ഹൈവേ വന്നതുകൊണ്ട് തന്നെ പഴയ ഹൈവേയിലത്തെ കുറേ കടകളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ കാണാൻ പറ്റും. കാരണം ഈ സിംഗപ്പൂർ മെസ്സിലൊക്കെ മുമ്പൊക്കെ പോകുമ്പം നല്ല റഷായിരുന്നു. ഫ്രണ്ടിലൊക്കെ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരും കുറേയധികം കച്ചവട സ്ഥാപനങ്ങളും കച്ചവട സാധനങ്ങൾ ഇങ്ങനെ വഴിയോരത്ത് വിൽക്കുന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ ഹോട്ടലിലൊക്കെ ആണെങ്കിലും നല്ല റഷ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയപ്പം നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തു. ആൾക്കാരൊക്കെ പൊതുവെ കുറവ്. ഹൈവേയുടെ മാത്രം ചേഞ്ചസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പൊതുവെ ഈ ഒരു യാത്രയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നത് റോഡിലൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ ആൾക്കാർ നല്ല കുറവും അതോടൊപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു മൂകത എനിക്ക് ഫീൽ ചെയ്തു. ഇതാണ് സിംഗപ്പൂർ മെസ്സ്. ഇവിടുത്തെ മട്ടൻ ബിരിയാണിനെ കുറിച്ചിട്ടാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ലാത്ത റേറ്റാണ്. മട്ടൻ ബിരിയാണിക്ക് അറിയാമല്ലോ കുറച്ച് എക്സ്പെൻസീവാണ്. 5 പേരൊക്കെ കഴിക്കുമ്പം എങ്ങനെ പോയാലും ഒരു 1900-1800 രൂപയൊക്കെ വരും. മട്ടൻ ബിരിയാണി പ്ലസ് നമ്മൾ കുറച്ച് അതായത് സൈഡ് ഡിഷസ് മട്ടൻ ചുക്ക അല്ലെങ്കിൽ ചിക്കൻ 65 ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു 2000 രൂപ നിങ്ങൾ തികച്ചോ, അത്രയൊക്കെ എമൗണ്ട് വരും. ഇതൊക്കെ നോർമലി എല്ലാ ഹോട്ടലിലും സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നു. മട്ടൻ ബിരിയാണിയിലൊന്നും വലിയ ഡിഫറൻസ് വരുന്നില്ല. പൊതുവേ ഇപ്പോൾ ഫുഡ് ഐറ്റംസിന് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഭയങ്കര റേറ്റ് ആണല്ലോ. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാന്നുള്ളത് നമ്മൾ എങ്ങനെ പോയി കയറിയാലും ഒരു 2000 രൂപ ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ കാഴ്ച നമുക്ക് തമിഴ്നാട്ടിൽ എപ്പോഴും കാണാൻ പറ്റും. ഇതേപോലെ ഓട്ടോ ആണെങ്കിലും അതോടൊപ്പം തന്നെ വണ്ടികളിലൊക്കെ കുറേ അധികം ആൾക്കാർ കുത്തി നിറച്ച് ഈവൻ പെണ്ണുങ്ങൾ പോലും ഇങ്ങനെ ബാക്കിലൊക്കെ ഇരുന്ന് പോകുന്നത് നോർമലി നമ്മുടെ നാട്ടിൽ പൊതുവേ കുറവല്ലേ അങ്ങനത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ കമ്പത്ത് നമ്മുടെ ഫുഡും കഴിച്ച് അതിന് ശേഷം നമ്മൾ അതായത് ഗ്രേപ്പ് ഫാം നമ്മുടെ മുന്തിരി തോട്ടത്തിലൊക്കെ കയറി കുറച്ചധികം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ചും വീട്ടിലേക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ ഫൈനലി തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ചു വരാൻ നേരം ഈവനിങ് ആയപ്പം അത്യാവശ്യം വണ്ടികളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചധികം തിരക്കുകൾ കൂടുതലായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അതായത് ജോലിക്ക് പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരുന്നതും പിന്നെ സ്കൂൾ കുട്ടികളും അങ്ങനെയൊക്കെ നല്ലൊരു റഷ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്തിരി തോട്ടത്തിലത്തെ വ്യൂ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. മുന്തിരികൾ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. പക്ഷെ പറിക്കാൻ പാടില്ല, പറിച്ചാൽ 500 രൂപ സുഖമായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകും കേട്ടോ. ഇന്നത്തെ നമ്മുടെ തമിഴ്നാട് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.